കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് തുടരുന്നു. 2 ദിവസങ്ങളിലായി 1000-ഓളം തീർത്ഥാടകർ മക്കയിലെത്തി. ഇന്ത്യയിൽ നിന്നുള്ള 49,000 തീർത്ഥാടകർ സൗദിയിലുമെത്തി. സ്ത്രീകൾക്ക് മാത്രമായി സർവീസ് നടത്തുന്ന ആദ്യത്തെ ഹജ്ജ് വിമാനം നാളെ വൈകിട്ട് 5 മണിക്ക് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള 996 തീർത്ഥാടകരാണ് ഇന്നലെയും ഇന്നുമായി മക്കയിലെത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 6 വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്നും ജിദ്ദയിലേക്ക് സർവീസ് നടത്തി. ദിവസം 3 വിമാനങ്ങൾ എന്ന തോതിലാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. മഹ്റമില്ലാത്ത സ്ത്രീകൾക്ക് മാത്രമായി സർവീസ് നടത്തുന്ന ആദ്യത്തെ വിമാനം നാളെ വൈകുന്നേരം 5 മണിക്ക് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും. 28-ാം തീയതി വരെ 12 വിമാനങ്ങളാണ് മഹ്റമില്ലാത്ത സ്ത്രീകൾക്ക് മാത്രമായി കരിപ്പൂരിൽ നിന്നും സർവീസ് നടത്തുന്നത്. മക്കയിൽ അസീസിയയിലാണ് തീർത്ഥാടകർ താമസിക്കുന്നതെങ്കിലും ദിവസവും 5 നേരം ഹറം പള്ളിയിൽ പോയി വരാൻ ഹജ്ജ് മിഷൻ ഒരുക്കിയ ഷട്ടിൽ സർവീസ് ഉണ്ട്. ഹജ്ജിനുള്ള എല്ലാ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. അള്ളാഹു ഇതുപോലെയുള്ള ഒരു തൗഫീഖ് നമ്മൾ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഇതുപോലെ കർമ്മങ്ങൾ വളരെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ നിർവഹിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ഹാജിമാരുണ്ട്. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സന്തോഷത്തോടെ ആരോഗ്യത്തോടെ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. അതേസമയം ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസുകളും തുടരുകയാണ്. ഇന്നലെ വരെ 48,986 തീർത്ഥാടകർ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി സൗദിയിലെത്തി. ഇതിൽ 16,673 തീർത്ഥാടകർ മക്കയിലും 32,313 തീർത്ഥാടകർ മദീനയിലുമാണ് ഇപ്പോഴുള്ളത്. ജലീൽ കണമംഗലം, 24 ജിദ്ദ.